ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. 2025 എന്ന ഈ വർഷത്തിന്റെ ആദ്യ പകുതിയിൽ തന്നെ മറ്റൊരു മലയാളി നടനും സ്വന്തമാക്കാത്ത ലെവൽ ബോക്സ് ഓഫീസ് പ്രകടനവും സിനിമകളും ഒക്കെ ആയിട്ട് ലാലേട്ടൻ മിന്നിക്കത്തി നിൽക്കുകയാണല്ലോ. ഈ വീഡിയോയിലൂടെ 2025 എന്ന ഈ വർഷത്തിലെ അടുത്ത ലാലേട്ടൻ സിനിമകളുടെ ലൈനപ്പിനെ കുറിച്ചാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അത് പ്രകാരം ലാലേട്ടൻ നായകനായി എത്തുന്ന സിനിമകളല്ല ഇനി ലാലേട്ടൻ അഭിനയിക്കാനായിട്ടിരിക്കുന്നത്, മറിച്ച് ലാലേട്ടൻ കാമിയോ, എക്സ്റ്റൻഡഡ് കാമിയോ വേഷങ്ങളെ അവതരിപ്പിക്കുന്ന സിനിമകളിലേക്കായിരിക്കും. ഈ വർഷത്തെ ലാലേട്ടന്റെ ജന്മദിനാഘോഷം തായ്ലൻഡിൽ വെച്ചായിരുന്നു നടന്നത്. ശേഷം ഈ അവസാനത്തോടെ കേരളത്തിൽ ചില പൊതുപരിപാടികളിൽ പങ്കെടുക്കാനായിട്ട് എത്തിയ ലാലേട്ടൻ ഇപ്പോഴത്തെ വിദേശത്തേക്ക് വീണ്ടും മടങ്ങിയിരിക്കുകയാണ്. സിംഗപ്പൂരിൽ ഏകദേശം 10 ദിവസത്തെ ടൂറിനായിട്ടാണ് ലാലേട്ടൻ പോയിരിക്കുന്നത്. ശേഷം നാട്ടിലേക്ക് വരുന്ന ലാലേട്ടൻ മഹേഷ് നാരായണൻ സിനിമയുടെ സെറ്റിലേക്കായിരിക്കും ജോയിൻ ചെയ്യുക. ഏകദേശം 5-6 ദിവസത്തെ ഷൂട്ടുണ്ട് ഈ മൾട്ടി സ്റ്റാർ ബിഗ് ബഡ്ജറ്റ് സിനിമയിലെ ഏറ്റവും പുതിയ ഷെഡ്യൂളിൽ എന്നാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന റിപ്പോർട്ട്. MMN എന്ന സിനിമയ്ക്ക് ശേഷം പിന്നെ ലാലേട്ടൻ അഭിനയിക്കുക ദിലീപ് നായകനെത്തുന്ന ബബ്ബ എന്ന സിനിമയിലായിരിക്കുമെന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ട്. ഈ ജൂൺ മാസം അവസാനത്തോടെയാണ് 15 ദിവസത്തെ ഷൂട്ട് മാത്രം ബാക്കിയുള്ള ബബ്ബയുടെ അവസാന ഷെഡ്യൂൾ ആരംഭിക്കുക. അതിൽ ജൂൺ അവസാനത്തോടെ ജോയിൻ ചെയ്യുമെന്ന റിപ്പോർട്ടുകളുള്ള ലാലേട്ടന് പിന്നെ അഭിനയിക്കാനായിട്ടുള്ളത് ജയിലർ 2 എന്ന സിനിമയിലെ കാമിയോ റോളാണ്. രജനീകാന്ത് നായകനെത്തുന്ന നെൽസൺ സംവിധാനം ചെയ്യുന്ന സിനിമയിലേക്ക് ജൂലൈ മാസത്തോടെ ലാലേട്ടൻ ജോയിൻ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ജയിലർ 2 ശേഷം പിന്നെ MMN എന്ന സിനിമയിൽ ബാക്കിയുള്ള ലാലേട്ടൻ രംഗങ്ങളിലേക്കായിരിക്കും ലാലേട്ടൻ അഭിനയിക്കാനായിട്ട് ജോയിൻ ചെയ്യുക. അപ്പോൾ ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഓഗസ്റ്റ് മാസത്തോടെ ലാലേട്ടന്റെ കാമിയോ, എക്സ്റ്റൻഡഡ് കാമിയോ വേഷങ്ങളുടെ ഷൂട്ടെല്ലാം തന്നെ പൂർത്തിയാക്കും. ശേഷം ലാലേട്ടൻ അഭിനയിക്കുന്ന ഈ വർഷത്തിലെ ഒരേ ഒരു സിനിമ അമൽ നീരദ് സംവിധാനം ചെയ്യുന്ന ലാലേട്ടൻ നായകനെത്തുന്ന സിനിമ എന്നാണ് റിപ്പോർട്ട്. ഒക്ടോബറിലാണ് സിനിമയുടെ ഷൂട്ട് ആരംഭിക്കാനായിട്ട് ഒരുങ്ങുന്നത് എന്നാണ് നിലവിൽ കൺഫേം ആക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോഴും സെപ്റ്റംബറിൽ ലാലേട്ടൻ ഒരു സിനിമയിലും അഭിനയിക്കില്ലേ എന്നൊരു ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട്. റൂമറുകൾ പ്രകാരം നിശ്ചിത ഇടവേളകളിൽ ലാലേട്ടൻ ചെയ്യാറുള്ള ആയുർവേദ ചികിത്സയിലേക്ക് ലാലേട്ടൻ സെപ്റ്റംബർ മാസം കടക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. എന്തായാലും ഒക്ടോബറിൽ അമൽ നീരദ് സിനിമ ആരംഭിച്ചാൽ പിന്നെ ഈ വർഷം മുഴുവൻ അതിന്റെ ഷൂട്ട് തന്നെയായിരിക്കും. അടുത്ത വർഷത്തോടെയാണ് പൃഥ്വിരാജിന്റെ ലാലേട്ടൻ നായകനെത്തുന്ന സിനിമ വിപിൻ ദാസ് തിരക്കഥിരിക്കുന്ന സിനിമയുടെ ഷൂട്ട് ആരംഭിക്കുക. കഴിഞ്ഞ ദിവസം വിപിന്റെ സംവിധാനത്തിൽ വരാനിരിക്കുന്ന സിനിമ ലാലേട്ടൻ ഉപേക്ഷിച്ചു എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ വിപിൻ തിരക്കഥിരിച്ച് ലാലേട്ടൻ നായകനെത്തുന്ന പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന സിനിമ വേറെയാണ് എന്ന് പ്രത്യേകം അറിയിച്ചുകൊള്ളട്ടെ. അപ്പോൾ നിലവിൽ ഇതെല്ലാം തന്നെയാണ് ലാലേട്ടന്റെ അടുത്ത കുറച്ച് മാസത്തേക്കുള്ള സിനിമകളുടെ ലൈനപ്പ്. ഇതിനിടയിലെല്ലാം തന്നെ അന്യഭാഷീയ സിനിമകളുടെയും ഒപ്പം തന്നെ മലയാളത്തിൽ ഹൃദയപൂർവ്വം എന്ന സിനിമയുടെ പ്രൊമോഷൻസിലെല്ലാം തന്നെ ലാലേട്ടൻ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഈ പറഞ്ഞ ലൈനപ്പുകൾക്കിടയിൽ ഏതെങ്കിലും ഒരു സിനിമ ഇടക്കാലത്ത് ജോയിൻ ചെയ്യുമോ എന്ന് കൂടി നാം ഉറ്റുനോക്കുന്നുണ്ട്. കാത്തിരിക്കും കൂടുതൽ ലാലേട്ടൻ സിനിമകളുടെ വാർത്തകൾക്ക്.